ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തിരൂര് ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ അടുക്കള കൃഷിക്കാരുടെ ഒരു വാർഷിക മീറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ അവിടെ വില്ലേജ് അഗ്രോയുടെ ഒരു വിൽപ്പന സ്റ്റാളുമുണ്ട്. ഒരുപാട് കർഷകർക്കുള്ള അവാർഡൊക്കെ ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കർഷക സുഹൃത്തുക്കൾ എത്തിച്ചേർന്ന മീറ്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വില്ലേജ് അഗ്രോയുടെ തൈകളാണ് കേട്ടോ ഇതൊക്കെ. മനോഹരമായിട്ട് തന്നെ പച്ചക്കറി തൈകളും പൂച്ചെടികളും ഒക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ഒരുപാട് തൈകളുണ്ട്. പയറ്, തക്കാളി, വെണ്ട, മുളക്, അതുപോലെ വഴുതന, ചീര, പലതരത്തിലുള്ള ചീരകളുണ്ട്, പാവൽ, പടവലം, അങ്ങനെ ഒത്തിരി പച്ചക്കറി തൈകൾ അവർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള മുളക്, പലതരത്തിലുള്ള മുളക് ചെടികളുണ്ട്. എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ തന്നെ. ഇത് കണ്ടോ, ഇത് ടിഷ്യൂ കൾച്ചർ വാഴകളാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 20 രൂപയുള്ളൂ വില. ഇവിടെ ഒരുപാട് തൈകൾ ഇവിടെയുണ്ട്. പലതരം വെറൈറ്റി തൈകളാണ് ഇവിടെ ഉള്ളത്. അധികം വില ഒന്നുമില്ല. ഞാൻ സ്ഥിരമായി ഇവരുടെ അടുത്തുനിന്ന് പച്ചക്കറി തൈകൾ ഓൺലൈനായി വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ പൂച്ചെടികളും അലങ്കാര ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അധികം വിലയൊന്നും ഇല്ല എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് പലതരത്തിലും പല കളറിൽ പൂക്കൾ വിരിയുന്ന ചെടികൾ ഉണ്ട്. റോസാ ചെടികളാണ് കേട്ടോ ഇതൊക്കെ. കാശ്മീരി റോസും അതുപോലെ തന്നെ പലതരത്തിലുള്ള റോസ് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 20 മുതൽ 30 രൂപ വരെയൊക്കെ ഉള്ളൂ കേട്ടോ റേറ്റ്. റോസാ ചെടികൾ, അതുപോലെ തന്നെ ജമന്തിയുടെ തൈകളുണ്ട്. പലതരത്തിലുള്ള ജമന്തിയുടെയും തൈകളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ പലതരം ഇലച്ചെടികൾ, പല വെറൈറ്റീസ് അഗ്ലോണിമ, ഡയാന്തസ്, അതുപോലെ പെറ്റോണിയ, അങ്ങനെ ഒരുപാട് പൂക്കൾ വിരിയുന്ന ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനൊന്നും അധിക വില ഒന്നും ഇല്ല കേട്ടോ. 20 രൂപ തൊട്ടേ ഉള്ളൂ. ചെടികളിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ചെടികളൊക്കെയാണ് ഇതൊക്കെ. 20 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഡയാന്തസിൻ്റെ പല കളറിലുള്ള ചെടികളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഒരുപാട് ഇവർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളത് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഞാനിവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയുടെ തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ വളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. റോസാ ചെടികളൊക്കെ പല കളറിൽ പൂക്കളുള്ളതുണ്ട്. അതുപോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ജറബറ ചെടിയാണ് കേട്ടോ. അതും പല കളറിലുള്ളതായിട്ടുള്ള ചെടികളുണ്ട്. ഇത് കണ്ടോ, വൈറ്റ് മുളകാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ റംബുട്ടാൻ്റെ തൈകൾ, അതുപോലെ തന്നെ മാവ്, പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കാശ്മീരി റോസാണ് കേട്ടോ. അതിന് 30 രൂപയാണ് കേട്ടോ വില വരുന്നത്. നല്ല ഭംഗിയില്ല ഇതൊക്കെ. അങ്ങനെ പൂക്കൾ വിരിഞ്ഞു കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയാണ്. അതേപോലെ തന്നെ 4 എണ്ണം 100 രൂപക്കൊക്കെ റോസാ ചെടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റെഡ് ലേഡി, പപ്പായ, പലതരം പൂച്ചെടികളും പച്ചക്കറി തൈകളും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഹാർഡനിങ് ചെയ്ത പച്ചക്കറി തൈകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാരണം അത് വെക്കുമ്പോഴും വേര് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. കേരളത്തിൽ എവിടെയും കൊറിയർ സർവീസ് ലഭ്യമാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ തൈയാണ്. അതേപോലെ പലതരത്തിലുള്ള ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒട്ടുമാവാണ്ടത്. അതുപോലെ വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് ഇവർ കൊറിയർ വഴി നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് അയച്ചു തരും. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. നല്ല കരുത്തുറ്റ തൈകളുമാണ് നമുക്ക് അയച്ചു തരുന്നത്. പിന്നെ ഹാർഡനിങ് ചെയ്ത പച്ചക്കറി തൈകളുടെ വൻ ശേഖരം തന്നെയാണ് ഉള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, നമ്മുടെ തെങ്ങിൻ തൈയാണ് കേട്ടത്. നാടൻ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് കേട്ടോ ഇതൊക്കെ.
ഞാൻ വാങ്ങിയ കുറച്ച് പച്ചക്കറി തൈകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പാത്രത്തിൽ നമ്മൾ ജമന്തിയുടെ പല വെറൈറ്റി തൈകളാണ് ഇത് കേട്ടോ. അപ്പോൾ ഒന്നിന് 10 രൂപയായിരുന്നു ഇതിന്. ഞാൻ 100 രൂപയ്ക്ക് അവർ 10 വെച്ച് തന്നിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, 3 വെറൈറ്റി കളറുകളാണിട്ടത്. അതേപോലെ തന്നെ കുറച്ച് ഹാർഡനിങ് ചെയ്ത പച്ചക്കറി തൈകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കേരളത്തിലെവിടെയും ഹാർഡനിങ് ചെയ്ത പച്ചക്കറി തൈകൾ കൊറിയറായി ആവശ്യക്കാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുകയാണ് വില്ലേജ് ആഗ്രോ. ഗുണനിലവാരമുള്ള പച്ചക്കറി തൈകൾ, അലങ്കാര ചെടികൾ, അതേപോലെ തന്നെ പൂച്ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ഓർക്കിഡിൻ്റെയും ആന്തൂറിയത്തിൻ്റെയും വിവിധ ഇനങ്ങളൊക്കെയുണ്ട്. കുറ്റിക്കുരുമുളക് തൈകൾ, ശീതകാല പച്ചക്കറി തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ തുടങ്ങി കാർഷിക മേഖലയിലേക്കെല്ലാം തന്നെ കൊറിയറായും ആവശ്യക്കാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുകയാണ് ഈ വില്ലേജ് ആഗ്രോ. അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് കേട്ടോ. നമുക്കിതുപോലെ വിത്തൊക്കെ നട്ട് മുളച്ച് വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിതുപോലെ തൈകൾ വാങ്ങിയാൽ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം പച്ചക്കറി തൈകളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹാർഡനിങ് ചെയ്ത തൈകൾക്ക് നല്ല രീതിയിൽ വേരുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വളം വലിച്ചെടുക്കാനും അത് നല്ല രീതിയിൽ ഉൽപ്പാദനക്ഷമതകളിൽ കിട്ടുവാനും ഉപകരിക്കും. ഇതിൻ്റെ തണ്ടും ഇലകളും ഒക്കെ നല്ല കരുത്താണ്, നല്ല പ്രതിരോധശേഷിയുള്ള ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ അവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് അതുവഴി ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണെന്ന്. നല്ല തൈകളാണ് ഇതൊക്കെ. ഞാൻ ഒരുപാട് തവണ ഇവരെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയതാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രോ ബാഗൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ 10 രൂപയുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗാണിത്. അപ്പോൾ ഞാൻ 25 ഗ്രോ ബാഗ് ഞാൻ വാങ്ങിയിരുന്നു 10 രൂപയുള്ളത്. അതേപോലെ നമ്മുടെ പച്ച ഗ്രോ ബാഗ് ഉണ്ടല്ലോ, അതും അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളയാണ് വാങ്ങിയത്. ഇത് 10 രൂപ വെച്ചാണ് നമുക്ക് തന്നത്. അതേപോലെ തന്നെ ജൈവ വളങ്ങളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഞാനിതൊക്കെ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അവിടെ ഒരുപാട് കർഷകർക്കുള്ള പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, ഫോട്ടോ എടുത്ത് വെച്ചതായിരുന്നു. കുറച്ചേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.